എൻ്റെ അമ്മയുടെ ചിത കത്തിക്കാനും ബാക്കി അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും അനുവദിക്കാത്ത ബന്ധുക്കൾ സ്വത്തിന് വേണ്ടിയിട്ട് അവിടെ കയറി താമസിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമകളിലും കഥകളിലും മാത്രം കണ്ടും വായിച്ചും പരിചയപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ മലയാളികൾക്കിടയിൽ നടക്കുന്നത്. ഏപ്രിൽ 11-നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. വർക്കല ശാന്താസദനത്തിൽ ഉമ്മിണി രാഘവന്റെയും കുമാരി ശാന്തയുടെയും ദത്തുപുത്രന്മാരിൽ മൂത്ത മകനാണ് വിനോദ്. ഞാൻ വിനോദ് മരണപ്പെട്ടുപോയ കുമാരി ശാന്തയുടെയും ഉമ്മിണി രാഘവൻ്റെയും ദത്തുപുത്രനാണ്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാനാണ് അന്ത്യകർമ്മങ്ങളെല്ലാം നിർവഹിച്ചത്. അതേസമയം 11/4 എൻ്റെ അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ ബന്ധുക്കൾ എൻ്റെ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനായിട്ട് തടയുകയും അവിടെ നിന്ന് അകറ്റി നിർത്തുകയും ഉണ്ടായി. ഇതെല്ലാം പോലീസിൻ്റെയും എസ്പെഷ്യലി സബ് ഇൻസ്പെക്ടറുടെ അറിവോട് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഞാൻ നിരവധി പരാതികൾ വർക്കല പോലീസ് സ്റ്റേഷനിൽ നൽകുകയുണ്ടായി. അതിനൊന്നും ശരിയായിട്ടുള്ള ഒരു അന്വേഷണമോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് കാരണമാണ് ഞാൻ ഈ മീഡിയയുടെ മുമ്പ് ഇത് പറയാനായിട്ട് നിർബന്ധിതനായിരിക്കുന്നത്. മരണപ്പെട്ട എൻ്റെ അമ്മയുടെ വീടായ ശാന്താസദനത്തിൽ അവിടെ ഇപ്പോൾ ഒരു വയസ്സായ സ്ത്രീയെ പാർപ്പിക്കുകയും മറ്റനവധി ആളുകൾ അവിടെ പാർക്കുകയും ചെയ്യുന്നു. അവരെല്ലാം തന്നെ അമ്മയുടെ ബന്ധുക്കൾ തന്നെയാണ്. പോരാഞ്ഞിട്ട് അമ്മയുടെ മരണാനന്തര കർമ്മങ്ങളിൽ എന്നെ അവിടെ നിന്നും ഗേറ്റിന് വെളിയിലാക്കി പൂട്ടിയിട്ടിട്ടുള്ളതുമാണ്. ഹിന്ദു മതാചാര പ്രകാരം അമ്മയുടെ ചിത കത്തിക്കുന്നത് മൂത്ത മകനായ എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇതെല്ലാം ബന്ധുക്കളുടെയും എസ്പെഷ്യലി എസ് ഐ അഭിഷേകിൻ്റെയും അറിവോടുകൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിയമപ്രകാരം എന്നെ ദത്തെടുത്ത എൻ്റെ അമ്മയുടെ ചിത കത്തിക്കാനും ബാക്കി അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും അനുവദിക്കാത്ത ബന്ധുക്കൾ സ്വത്തിന് വേണ്ടിയിട്ട് അവിടെ കയറി താമസിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമപ്രകാരം എനിക്ക് കിട്ടേണ്ടുന്ന വസ്തുവകകളും എല്ലാം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വർക്കല SIയും അമ്മയുടെ ബന്ധുക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് തെളിവായിട്ട് ആദ്യം അവർ മരണ സർട്ടിഫിക്കറ്റ് തിരുത്തി അമ്മയുടെ യഥാർത്ഥ പേര് കുമാരി ശാന്ത എന്നാണ്, അതിനെ ശാന്ത എന്ന് തിരുത്തി പഞ്ചായത്തിൽ നിന്നിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുകയും ബാക്കി ഒരു കാര്യത്തിനും എന്നെ മൂവ് ചെയ്യാനായിട്ട് അനുവദിക്കാത്തതുമാണ് നിയമപ്രകാരമായിട്ട്. ഇതിന് വർക്കല പോലീസിൽ നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാവുന്നില്ല. വർക്കലയിൽ അമ്മ മരണപ്പെട്ട മകനോട് സ്വത്തുക്കൾക്ക് വേണ്ടി ബന്ധുക്കൾ ചെയ്തത് ഇതൊക്കെയാണ്. ഈ സംഭവത്തിൽ വർക്കല പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിനോദ് ഉന്നയിക്കുന്നത്. ഈ വിനോദ് ഉമ്മിണി രാഘവൻ എന്ന് പറയുന്നത് മരണപ്പെട്ട കുമാരി ശാന്തയുടെയും ഉമ്മിണി രാഘവൻ്റെ ദത്തുപുത്രന്മാരിൽ മൂത്ത വ്യക്തിയാണ്. ഇതിൽ ഹിന്ദു നിയമപ്രകാരം ഒരു വ്യക്തിയെ ദത്തെടുത്താൽ ആ ദത്തുപുത്രന് ബയോളജിക്കൽ പാരൻസിന് ഉണ്ടാവുന്ന മക്കൾക്ക് ഉള്ള അതേ അവകാശം നിയമം അനുവദിക്കുന്നുണ്ട്. അഡോപ്ഷൻ മെയിൻ്റനൻസ് ആക്ട് 1956 പ്രകാരവും ഈ പറയുന്ന അധികാരങ്ങൾ അവർക്ക് നിഷിദ്ധമാണ്. പക്ഷേ അവർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ രണ്ട് കൂട്ടരും ബയോളജിക്കൽ പാരൻസും നാച്ചുറൽ പാരൻസും അല്ലാതെ അഡോപ്റ്റീവ് പാരൻസിനുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശവും അത് കണക്ക് തന്നെ അവരുടെ സ്വത്തിലുള്ള അവകാശവും ഒരേ കണക്ക് നിൽപ്പുണ്ട്. ഈ അവകാശം എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് പറയുന്ന ഹിന്ദു ആചാരപ്രകാരം ഒരു മാതാപിതാക്കൾ മരിക്കുമ്പോൾ മൂത്ത പുത്രനാണ് ചിത കത്തിക്കേണ്ടത്. ചിത കത്തിക്കുന്നത് ആരാണ്? അയാളാണ് അവകാശി എന്നാണ് ഈ രാജ്യത്തുള്ള എല്ലാ വിശ്വാസികളും. ഹിന്ദു മതവിശ്വാസം എന്ന് വെച്ചാൽ ഹിന്ദു മതമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഹിന്ദു സംസ്കാരം. ആ സംസ്കാര പ്രകാരം എല്ലാവരും ചിന്തിക്കുന്ന ഈ ചിത കത്തിക്കുന്ന ആളാണ് അവകാശി. അപ്പോൾ അങ്ങനെയുള്ള അവകാശി അവിടെ ചിത കത്തിക്കുന്നത് തടസ്സപ്പെടുത്താനായിട്ട് മരണം നടന്ന ആ സമയത്ത് തന്നെ അഭിഷേക് സബ് ഇൻസ്പെക്ടറും ഈ പറയുന്ന ഈ ബന്ധുക്കളും കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തി ചിത കത്തിക്കലിൽ നിന്നും എൻ്റെ കക്ഷിയെ മാറ്റി നിർത്തി എൻ്റെ കക്ഷിക്ക് അവിടെ ഒരു അവകാശമില്ല എന്ന് ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എൻ്റെ കക്ഷി ഇൻക്വസ്റ്റ് വേളയിൽ മിസ്റ്റർ അഭിഷേകൻ്റെ അടുത്ത് പറഞ്ഞത് 9ാം സാക്ഷിയായിട്ട് ഞാനാണ് അവകാശിയെന്നും എനിക്കൊരു സഹോദരനുണ്ടെന്നും 10ാം സാക്ഷിയായിട്ട് അജിൽ കുമാർ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന എൻ്റെ കക്ഷിക്കും ആ സഹോദരനായ സന്തോഷിനും അവകാശമുണ്ടെന്ന്. പോരാതെ ഇൻക്വസ്റ്റിലുള്ള മറ്റ് ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ് അതായത് പഞ്ചായത്തുകാരും പറഞ്ഞിരിക്കുന്ന അതേ മൊഴിയാണ്. ഈ മൊഴികളെല്ലാം നിലനിൽക്കെ മിസ്റ്റർ അഭിഷേക്
എൻ്റെ കക്ഷിക്ക് ഈ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലകൾ, കാതിൽ ധരിച്ചിരുന്ന ഡയമണ്ട് സ്റ്റഡഡ് കമ്മൽ, ഇതെല്ലാം കൂടെ എടുത്ത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാതെ നേരെ താരയെന്നും പറഞ്ഞ് ഒരു കുട്ടിക്ക് അനധികൃതമായി കൊടുത്തിട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ചു ചെന്നപ്പോൾ ഈ രേഖകളെല്ലാം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായ എൻ്റെ കക്ഷിയുടെ അമ്മ കല്യാണത്തോടനുബന്ധിച്ച് മരണപ്പെട്ട ഉമ്മണി രാഘവൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത 25,000 പൗണ്ട് ആ ഡയമണ്ട് വജ്രം പതിപ്പിച്ച കമ്മൽ ആണ് ധരിച്ചിരുന്നതെന്ന് എൻ്റെ കക്ഷി വിശ്വസിക്കുന്നു. പക്ഷേ ഈ കമ്മലാണോ ഡെഡ് ബോഡിയിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു സംവിധാനം ഈ പറയുന്ന അഭിഷേക് ഇല്ലാതാക്കി. അഭിഷേക് ഇത് കോടതിയിൽ കൊടുത്തതുമില്ല. ഇൻക്വസ്റ്റിനകത്ത് സ്റ്റഡഡ് കമ്മൽ എന്ന് എഴുതാതെ താരയ്ക്ക് കൊടുത്ത കമ്മലിൻ്റെ ആ സമയം തൊട്ട് സ്റ്റഡഡ് കമ്മൽ എന്ന് എഴുതി 151A ഫോറത്തിൽ അവസാനം പരാതിക്ക് ശേഷം 14-ാം തീയതി പരാതി കൊടുത്തതിന് ശേഷം അഭിഷേക് 13-ാം തീയതി കൃത്രിമ രേഖ ഉണ്ടാക്കി ഇതുകൊണ്ട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 15-ാം തീയതി ഹാജരാക്കി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മഹസറിലൊക്കെ എഴുതിയിരിക്കുന്ന 13. ഈ മഹസർ വ്യാജമാണ്. പോരാഞ്ഞത്തിൽ ഈ മിസ്റ്റർ അഭിഷേക് ഒരു കൃത്രിമമായി ഒരു ഡെത്ത് റിപ്പോർട്ട് കൊടുത്തിട്ട് ദാമോദരൻ കുമാരി ശാന്ത എന്നുള്ള പേര് വരുന്നതിന് പകരം ശാന്ത ഡോട്ടർ ഓഫ് ദാമോദരൻ ആൻഡ് ജാനകി എന്നുള്ള ഒരു കൃത്രിമ രേഖ ഉണ്ടാക്കി അതിനെ സംബന്ധിച്ച് നമ്മൾ ഡെത്ത് ആൻഡ് ബർത്ത് രജിസ്ട്രാറിന് പരാതി കൊടുത്തപ്പോൾ അദ്ദേഹം അഭിഷേകാണ് ഇത് കൃത്രിമം കാണിച്ചെന്നുള്ള മറുപടിയും തന്നിട്ടുണ്ട്. അഭിഷേക് IPC 206, 466 ഈ വകുപ്പ് പ്രകാരം കുറ്റക്കാരനെന്ന് കാണിച്ച് സബ് ഡിവിഷണൽ പോലീസ് ഓഫീസറായ വർക്കല DSPക്ക് പരാതി കൊടുത്ത് അത് മേലധികാരികൾക്ക് എല്ലാം കൊടുത്തു. അവർ ഇതുവരെ അഭിഷേകിനെതിരെ വർക്കല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈം രജിസ്റ്റർ ചെയ്യാൻ റൂറൽ SP ഓർഡർ ഇട്ടാലും അഭിഷേക് എന്ന പേരെഴുതാൻ വർക്കല പോലീസ് സംവിധാനം തയ്യാറല്ല. അങ്ങനെ പോലീസ് സംവിധാനം തയ്യാറല്ലാത്തതുകൊണ്ടാണ് എൻ്റെ കക്ഷിക്ക് കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. അത് 31/5 വർക്കല മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളടുത്ത് ഇത് ബ്രീഫ് ചെയ്യേണ്ടി വന്നത്. വർക്കല